അതെ, ട്രെയിൻ കണ്ടോ? എന്ത് ചെറുതാണെന്ന് നോക്കൂ. ടൂറിസ്റ്റ് സെന്ററിനായി വിടുന്ന സീസൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലേ, അതാണ്. വാ പോവാം. ചേട്ടാ, ബിസ്ക്കറ്റ് വേണോ? വേണ്ട. ഓഹോ, നമസ്കാരം ഹരിപ്രസാദ് സാർ. എന്റെ പേര് ഗിരീഷ്. ഇതെന്റെ സിസ്റ്റർ സുഭാഷിണി. അങ്ങേപ്പോലുള്ള വിദ്വാൻമാരുടെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. എന്റെ സഹോദരിക്ക് അങ്ങയുടെ ഓട്ടോഗ്രാഫ് വേണമെന്ന്. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ? അതിന് നിങ്ങളുടെ റെക്കമെൻഡേഷൻ വേണം. അവർക്ക് നേരിട്ട് ചോദിച്ചൂടെ? ഇല്ല സാർ, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഊമയാണ്. ഐ എം സോറി. സമയം നമ്മുടെ സ്റ്റേഷൻ എത്തിയോ? ഇല്ല ചേട്ടാ, ഇനിയും കുറെ ദൂരമുണ്ട്. ഓ, വളരെ ഉപകാരം. ആ, ഡേവിഡ് അങ്കിൾ. ചേട്ടാ, നമ്മൾ വന്ന ട്രെയിൻ ഡ്രൈവർ ആരാണെന്ന് അറിയോ? ഡേവിഡ് അങ്കിൾ. അങ്കിൾ, അയ്യോ സൂക്ഷിച്ച്. എപ്പോഴും നീ ലേറ്റാണ് കഴുത. ക്ഷമിക്കണം അങ്കിൾ. അത് മാത്രം പറയാറിയാം. എത്ര നേരമായി തോറും വണ്ടി നിർത്തിയിട്ട്. ഇതാ ടിക്കറ്റ്. വല്ലതും കഴിച്ചോ? ഇല്ല അങ്കിൾ. ഇതാ
ഇവിടെയല്ല, വണ്ടിക്കകത്ത്. വാ. ചേട്ടാ ഡേവിഡ് അങ്കിൾ. അങ്കിൾ സുഖം തന്നെയല്ലേ? ഫൈൻ. അങ്കിൾ ഇതാ ചേട്ടന് പുതിയ റെക്കോർഡ്. അതെയോ? താങ്ക് യു. അങ്കിൾ വേണ്ട ഹരി, നീ ഇപ്പൊ വലിയ ആളാണ്. നിന്നെ ഞാനാണ് ബഹുമാനിക്കേണ്ടത്. വരട്ടെ മോളെ. ബൈ അങ്കിൾ. ഹരി, ഹരി, ചേട്ടാ കാത്തിരിക്കാ. मेरा बाय ഹരി. കാസിം നിങ്ങൾ വേറെ കണ്ടോ ഹരിയെ വന്നെങ്കിൽ അയ്യോ അവര് നമ്മളാളുകളാ. എന്നാ നിങ്ങൾ വരി. അപ്പോഴേ നിങ്ങൾക്ക് എത്ര ദിവസം ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞാൽ അത്ര ദിവസം നിങ്ങൾക്ക് വേണ്ടി വണ്ടി ഇവിടെ ഇടും. 4-5 ദിവസം ഉണ്ടാവും. പിന്നെ സുധയുടെ ഇഷ്ടം. 4-5 ദിവസോ? അതൊന്നും പോരാ. അല്ല നിങ്ങൾ പടങ്ങളൊക്കെ വരയ്ക്കുമല്ലേ, പ്രതിമകളും ഉണ്ടാക്കുമല്ലേ, കവിതകളും എഴുതുവോ? അയ്യോ നിങ്ങളൊരു വലിയ കലാകാരിയാണല്ലോ. നിങ്ങൾക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ വളരെ ഇഷ്ടപ്പെടും. അല്ല നിങ്ങൾക്ക് ചെറിയ ശബ്ദം കൂടി കേൾക്കാൻ കഴിയുന്നല്ലോ. ഞങ്ങളുടെ അയലത്തൊരു ഊമയുണ്ടായിരുന്നു, പാവം, അയാൾക്ക് ചെവിയും കേൾക്കില്ല, ശരിക്കും പൊട്ടൻ. സമയോ ആ, ചേട്ടാ എന്റെ അനിയത്തി, ഷീസ് എ ഫൂൾ. സോറി. കൊട്ടം കുറവേ, കൊട്ടം കുറവേ. എടാ സുകുമാരാ, നിർത്ത്. എടാ ഹരി, എന്റെ പൊന്നു മോനെ, ഈ നമസ്തേ കിഴവൻ മുത്തച്ഛാ. ചാകുന്നതിന് മുമ്പ് വന്നല്ലോടാ. സുഖം തന്നെ അല്ലേ മോനെ? സുഖമായിരിക്കുന്നു മുത്തച്ഛാ. ദീർഘായുസ്സുണ്ടാവട്ടെ. മുത്തശ്ശ ഇതെങ്ങനെയുണ്ട്? ആ, ആ, ആ. എടീ നീ അങ്ങ് വളർന്നു പോയല്ലോ. ഞങ്ങൾ പോട്ടെ ഹരി. ഇതാരാ, കൂട്ടുകാരാണോ? അതെ. കല്യാണത്തിന് വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവരുത്. വന്നാട്ടെ, നാണിക്കൊന്നും വേണ്ട. വാ പതുക്കെ. വാ. ആ വാ. എടാ ഗോപാല, ഹരിപ്രസാദ് ഇവനാണ്. നിന്നെ അവനെന്ന് ഇവനെന്ന് ഒന്നും വിളിക്കുന്നതിൽ വിഷമിക്കണ്ട കേട്ടോ. ആ അന്ന് പേപ്പറിൽ കണ്ടില്ലേ അനുമോദനം സമ്മാനവും ഒക്കെ, അത് ഇവനാണ്. അതെല്ലാം കളഞ്ഞിട്ട് വന്നിരിക്കുക. ഇവൻ സ്നേഹമുള്ളവനാ. വാ വന്നാട്ടെ. വാ ഹരി, സമയത്തിന് തന്നെ എത്തി. സമയം എന്ത് ചേട്ടാ? അമ്മായി എവിടെ ഇരിക്കുക? ഇതാ അവിടെ ഉണ്ട്, വരൂ ചേട്ടാ. ഹരി നല്ല മുഹൂർത്തം എന്ന് പറഞ്ഞ ഇതാ. എടാ സുകുമാരാ, കേട്ടടാ, കൊട്ടം കുറവേ. എന്റെ കൈ തരൂ ചേട്ടാ.